ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ മാതൃകാ നിയോജകമണ്ഡലമാക്കി മാറ്റുവാൻ ഏറ്റുമാനൂർ എം.എൽ.എയും മന്ത്രിയുമായ വി.എൻ. വാസവന് കഴിഞ്ഞതായി ജോസ് കെ മാണി എം.പി. പറഞ്ഞു. 4100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ സമയബന്ധിതമായി നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജോസ് കെ മാണി എം.പി. നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. പ്രാദേശികമായ പാലായിലെ എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ മണ്ഡലത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് എത്രയോ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എനിക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് MLA എന്ന നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്കും ശ്രീ V.N. വാസവൻ നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കുവാനും നിരവധി വികസന പദ്ധതികൾ, പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വികസന പദ്ധതികൾ നമുക്ക് കാണിക്കുവാൻ കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങള് പാലായാണ് മോഡൽ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് അത് കുറച്ച് പതുക്കെ പുറകോട്ട് പോയി. ഒരു മോഡൽ നിയമസഭാ മണ്ഡലമായി ഇന്ന് ഏറ്റുമാനൂർ മാറിയിരിക്കുകയാണ്. ഞാനൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. 4100 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊരു അത്ഭുതം തന്നെയാണ്. ഈ പ്രദേശത്ത് നമുക്കറിയാവുന്ന പോലെ ഞാനങ്ങ് ജീപ്പയിൽ ഇരുന്നപ്പോൾ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. നമുക്ക് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തെയും ഒരു ഹബ്ബായിട്ട് നമുക്ക് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയും. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ മന്ത്രി V.N. വാസവൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ KK ശൈലജ ടീച്ചർ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ, CPI നേതാക്കളായ KK ശശിധരൻ, VB ബിനു, KI കുഞ്ഞച്ചൻ, കേരള കോൺഗ്രസ് നേതാക്കളായ ലോപ്പസ് മാത്യു, സ്റ്റീഫൻ ജോർജ്, CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് സച്ചൻ സാമൂഹിക പരിഷ്കരണത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിനുമായി നടത്തിയ പരിശ്രമങ്ങൾ കാലം എന്നും ഓർമ്മിക്കുമെന്നും പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയവും ഉച്ചക്കഞ്ഞി വിതരണവും നടപ്പിലാക്കുക വഴി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സാമാന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ചാവറയച്ചൻ നടപ്പിലാക്കിയതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ KK ശൈലജ ടീച്ചർ പറഞ്ഞു. അദ്ദേഹമാണ് എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കടുത്ത ജാതി ഭ്രാന്ത് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എല്ലാ ഇടവകയിലും വിദ്യാലയങ്ങൾ ആരംഭിക്കണം എന്നാണ്, പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണം എന്നാണ് ചാവറ കുര്യാക്കോസെന്ന് പറഞ്ഞത്. അങ്ങനെ ആരംഭിക്കുന്ന സ്കൂളുകളിൽ എല്ലാ ജാതിയും മതത്തിലും പെട്ട കുട്ടികളെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ഇന്ന് പറയുമ്പോൾ അത്ഭുതമില്ല, വീണ്ടും അത്ഭുതമായിട്ട് മാറുമെന്ന് എനിക്കറിയില്ല. അതിനാണ് ജാതിപരമായിട്ട് വേർതിരിക്കാൻ വർഗീയ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നത് പറയണമെങ്കിൽ അസാമാന്യമായിട്ട് ചതുറ്റം വേണമായിരുന്നു. ചാവറ കുര്യാക്കോസെന്ന് അത് പറഞ്ഞു. അദ്ദേഹം രൂപീകരിക്കുന്ന സ്കൂളുകളിൽ എല്ലാവരും ദളിത് കുട്ടികൾക്കടക്കം പങ്കെടുക്കാൻ സാധിച്ചു. അമ്മമാരോട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു പിടിയരി മാറ്റിവെക്കാൻ പറഞ്ഞിട്ട്, ഒരു പിടിയരി മാറ്റിവെക്കുക എന്നുള്ളത് വലിയ സാഹസികമായിട്ടുള്ള കാര്യമാണ്. ഒരു പിടിയരി ചിലപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുണ്ടാകും. പക്ഷെ എന്നാലും അതിൽ നിന്നൊന്നും മാറ്റിവെച്ചിട്ട് ആ അരി ശേഖരിച്ച് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കരകാട്ടം, തെയ്യം തുടങ്ങിയവയുടെയും അകമ്പടിയോടെയാണ് വികസന മുന്നേറ്റ ജാഥയെ ബസ് സ്റ്റേഷനിലേക്ക് ആനയിച്ചത്. വികസന ജാഥയ്ക്ക് വൈകിട്ട് 5-ന് കുറവലങ്ങാട്ട് സ്വീകരണം നൽകി. വികസന മുന്നേറ്റ ജാഥ വൈകിട്ട് 6-ന് വൈക്കത്ത് സമാപിക്കും. തിങ്കളാഴ്ച രാവിലെ 10-ന് പാലായിൽ സ്വീകരണം നൽകും.